ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഈ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലാത്തൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ സ്ലോ ആയിട്ട്, കുറച്ചും കൂടെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡായിട്ട്, വളരെ എക്സ്പാൻഡഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. എന്നാൽ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളും, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നും പഠിക്കാനും പറ്റാത്തൊരു ഏരിയയാണത്. അപ്പം അത് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകും. ഓക്കെ, ആദ്യം നമ്മൾ എന്താണ് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്നാണ് പറയാം. അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ്, തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റാണ്, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലുള്ള എനർജി ചേഞ്ചസിനെ കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സിൽ വരുന്നത്. ഇത് നമ്മൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ പലപ്പോഴും തെർമോഡൈനാമിക്സ് ഉപയോഗിക്കുന്നത് കെമിക്കൽ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറും. അവിടെ നമ്മൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്താണ് കെമിക്കൽ തെർമോഡൈനാമിക്സ്? നമ്മൾ പല ഡിഫറെൻറ്റ് റിയാക്ഷൻ അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. C+O2 gives CO2. അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. അതുപോലെ മീഥെയിന് നമ്മൾ കത്തിക്കുമ്പം ഹീറ്റും ലൈറ്റും വരുന്നുണ്ട്. ഇനി സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള നമുക്കറിയാം, അപ്പോൾ എപ്പോഴും ഒരു കെമിക്കൽ റിയാക്ഷനിൽ എനർജി ചേഞ്ചസ് ഉണ്ടാകും. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന എനർജി ചേഞ്ചസിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ കെമിക്കൽ തെർമോഡൈനാമിക്സിൽ പഠിക്കും. അപ്പോൾ അതിൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു കെമിക്കൽ തെർമോഡൈനാമിക്സിൽ ഹീറ്റിൻ്റെ ഫ്ലോ ഉണ്ടാകും. ഫ്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹീറ്റ് അബ്സോർപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഹീറ്റ് ലിബറേഷൻ ആയിരിക്കാം. ഇനി ചില കേസിൽ വർക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഹീറ്റും വർക്കും വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ചില കേസിൽ ഹീറ്റ് അബ്സോർപ്ഷൻ ലിബറേഷനും മാത്രമായിരിക്കാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ എനർജി ചേഞ്ചസ് ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുമ്പം അവിടെ എന്തുണ്ടാവും? എനർജി ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കെമിക്കൽ തെർമോഡൈനാമിക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? The branch of science which deals with the study of energy changes associated with chemical reaction is called chemical thermodynamics. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന എനർജി ചേഞ്ചസിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ കെമിക്കൽ തെർമോഡൈനാമിക്സിൽ പറയുന്നത്. ഇനി നമ്മൾ ഒരു തെർമോഡൈനാമിക്സിൽ നമ്മൾ ഒരുപാട് ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഓരോരോ ടേം ബൈ ടേം ആയിട്ട് നമ്മൾ പറയാണ്. ആദ്യത്തെ പേരാണ് സിസ്റ്റം. നിങ്ങൾക്ക് വളരെ നിങ്ങളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു വാക്കാണ് സിസ്റ്റം എന്ന്. പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാറ്. കമ്പ്യൂട്ടറിനെ പലപ്പോഴും നമ്മൾ സിസ്റ്റം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയാറ്? നമ്മളൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി കമ്പ്യൂട്ടറിനെ നമ്മൾ സെലക്ട് ചെയ്താണ്. അങ്ങനെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. അങ്ങനെ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗം നമ്മളൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, അണ്ടർ സ്റ്റഡിയോ ഒബ്സർവേഷനോ സ്റ്റഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ സ്റ്റഡി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു കെമിസ്ട്രിയുടെ കേസിൽ പറയുകയാണ്, ഒരു ബീക്കറിൽ ഒരു എക്സ്പെരിമെൻ്റ് ഞാൻ നടത്തുകയാണ്. അപ്പോൾ ബീക്കർ എൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ബീക്കർ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ ഞാൻ യൂണിവേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്തു.
അല്ലേ? അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗം സെലക്ട് ചെയ്യും, അതിനെയാണ് സിസ്റ്റം എന്ന്. സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഒബ്സർവേഷൻ ഈസ് കോൾഡ് സിസ്റ്റം. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം, ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബീക്കർ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഞാനും നിങ്ങളും എൻ്റയർ യൂണിവേഴ്സിൻ്റെ അങ്ങേ അറ്റം വരെ അതിൻ്റെ സറൗണ്ടിങ് ആണ്. അല്ലെങ്കിൽ ദ സ്പേസ് ഓഫ് യൂണിവേഴ്സ് അതർ ദാൻ ദി സിസ്റ്റം, അങ്ങനെയും പറയാം. സിസ്റ്റം ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ വിച്ച് എക്സ്ക്ലൂഡ് ദ സിസ്റ്റം, ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് എക്സ്ക്ലൂഡ് ദ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമ്മൾ സറൗണ്ടിങ്, സിസ്റ്റം ഒഴിവാക്കിയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ബാക്കിയുള്ള ഭാഗം, അതിന് നമ്മൾ എന്ത് പറയും? സറൗണ്ടിങ് എന്ന് പറയും. ഇനി സിസ്റ്റത്തെ നമ്മൾ മൂന്നായിട്ട് പറയും. സിസ്റ്റം നമ്മൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നായിട്ട് പറയാം. ഒന്ന് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കണ്ടെയ്നറിൽ നമ്മൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടത്തുകയാണ്, അതിനാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഹീറ്റ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ മാറ്റർ എക്സ്ചേഞ്ചും വളരെ ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവാപ്പറേഷൻ ഓൾമോസ്റ്റ് എല്ലാ ടെമ്പറേച്ചറിലും ഉണ്ടാവും. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇവാപ്പറേഷൻ സർഫസിലുണ്ടാവും. നമുക്കത് കാണാൻ പറ്റില്ല, ചെറിയ രീതിയിൽ സർഫസിലുണ്ടാവും. അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവാപ്പറേഷൻ കൂടി വരും. പിന്നെ ഒരു 100 നമ്മൾ വെള്ളമാണെങ്കിൽ 100 ഡിഗ്രി എത്തുമ്പോഴാണ് ബോയിലിംഗ് നടക്കുക. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു സഡൻലി പെട്ടെന്ന് ഒരു 100 ഡിഗ്രിയിൽ നടക്കുന്നതല്ല, അതിന് മുന്നേ തന്നെ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു വളരെ ചൂടുള്ള ഒരു വെള്ളം വെക്കുകയാണെങ്കിൽ, ചായ വെക്കുകയാണെങ്കിൽ അതിന് സർഫസിൽ നിന്ന് ചെറിയ രീതിയിൽ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്ത് സറൗണ്ടിങ്ങുമായിട്ട് ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഹീറ്റും ഇതേപോലെ തന്നെ സറൗണ്ടിങ്ങിനും എക്സ്ചേഞ്ച് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ചായ തണുത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹീറ്റ് അത് സറൗണ്ടിങ്ങിന് കൊടുത്തു. A system which can exchange matter as well as energy with the surrounding is called open system. Example, hot tea placed in an open cup. ഇനി അടുത്തത് ക്ലോസ് സിസ്റ്റം. ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് പോലെ തന്നെ അടച്ചു വെച്ച സിസ്റ്റം. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് ചെയ്യാൻ പറ്റും. ഹീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ നമ്മളിനി ചൂടുള്ള ചായ അടച്ചു വെച്ച് കഴിഞ്ഞാലും ഹീറ്റ് പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പോകും. പക്ഷേ ഇവാപ്പറേഷൻ നടന്നു കഴിഞ്ഞാലും അതിന് സറൗണ്ടിങ്ങിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അതെന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് നോട്ട് മാറ്റർ വിത്ത് ദി സറൗണ്ടിങ് ഈസ് കോൾഡ് ക്ലോസ് സിസ്റ്റം. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടത്തുകയാണ്. ഫോർ എക്സാമ്പിൾ, ലൈം സ്റ്റോൺ ഹീറ്റ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡാക്കി മാറ്റുകയാണ്. നമ്മൾ കാൽസ്യം കാർബണേറ്റ് ചൂടാക്കിയിട്ട് കാൽസ്യം കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുകയാണ്. നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ തന്നെ ഉണ്ടാവും, പുറത്തേക്ക് പോവില്ല. അപ്പോൾ അവിടെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ചൂടാക്കിയിട്ടാണല്ലോ റിയാക്ഷൻ നടക്കുന്നത്. പക്ഷേ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ മാറ്റർ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് നോട്ട് മാറ്റർ വിത്ത് ദി സറൗണ്ടിങ് ഈസ് കോൾഡ് ക്ലോസ് സിസ്റ്റം. മാറ്ററിൻ്റെ മാസും പറയാം കേട്ടോ. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഹോട്ട് ടീ പ്ലേസ്ഡ് ഇൻ എ ക്ലോസ്ഡ് കപ്പ്. അടുത്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ അവിടെ സിസ്റ്റം വിച്ച് ക്യാൻ നൈദർ എക്സ്ചേഞ്ച് മാസ് നോർ എനർജി വിത്ത് സറൗണ്ടിങ് ഈസ് കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മളൊരു തെർമോ ഫ്ലാസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ വീട്ടിലൊക്കെ ചൂടുവെള്ളം വെക്കാറുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കറിയാം അവിടെ ഒരിക്കലും നമുക്ക് ഹീറ്റ് ചെയ്യാനും പറ്റില്ല, നമുക്കതിനെ കൂൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, ഹീറ്റും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ എത്രയാണോ അത്, നമ്മളൊരു ഹോട്ട് വാട്ടറാണ് എടുത്തെങ്കിൽ അതിന് ടെമ്പറേച്ചർ അതിലുണ്ടായിരിക്കും. ഇനി കോൾഡ് വാട്ടറാണ് ടെമ്പറേച്ചർ കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും അവിടെ ഹീറ്റ് എക്സ്ചേഞ്ചും ഇല്ല, മാറ്റർ എക്സ്ചേഞ്ചും ഇല്ല. എ സിസ്റ്റം
which can neither exchange matter nor exchange with nor energy. Neither exchange matter nor energy with the surrounding is called isolated system. Hot water placed in a thermoflask. ഇനി സിസ്റ്റത്തിൽ നമ്മൾ നമുക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല, ടെക്സ്റ്റിൽ പറയുന്നൊന്നുമില്ല. രണ്ട് രീതിയിലുള്ള സിസ്റ്റമായിട്ട് പറയാറുണ്ട്. ഒന്ന്, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ കോമ്പോസിഷനും ഐഡൻറ്റിക്കലായിട്ട് വരിക. ഒരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ എപ്പോൾ മെഷർ ചെയ്ത് കഴിഞ്ഞാലും തുല്യമായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിലും ഒരേപോലെ വരും. അപ്പോൾ ഞാനിവിടെ വാട്ടർ എടുത്തു അല്ലേ. വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എപ്പോഴും H2O തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ അതിൽ നമ്മൾ നോർമലി വാട്ടറിൽ പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം സിസ്റ്റത്തെയാണ് ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻ എ ഹോമോജീനിയസ് സിസ്റ്റം ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ആർ ഐഡൻറ്റിക്കൽ ത്രൂ ഔട്ട് ദ സിസ്റ്റം. ഇൻ എ ഹെട്രോജീനിയസ് സിസ്റ്റം ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻസ് ആർ ഡിഫറെൻറ്റ്. അതിനെയാണ് അത് ഡിഫറെൻ്റ് ആയിട്ട് വരിക. അത്തരം സിസ്റ്റത്തെയാണ് ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ടേമാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറൊക്കെ മെഷർ ചെയ്യുമ്പം നമ്മൾ ടെമ്പറേച്ചർ ഒരിക്കലും ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ ടെമ്പറേച്ചറല്ല മെഷർ ചെയ്യുക. നിങ്ങളൊരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ വാട്ടറിൻ്റെ ടെമ്പറേച്ചറല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ അതിന് അനുഭവപ്പെടുന്ന ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുക. ബൾക്കിൽ അതിന് ടോട്ടൽ എത്ര ഉണ്ടാവുന്നു ആ ഒരു ടെമ്പറേച്ചറും പ്രഷറും വോളിയൊക്കെയാണ് മെഷർ ചെയ്യുക അല്ലേ. ഓരോരോ ഇൻഡിവിജ്വലായിട്ടുള്ള മോളിക്യൂളിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ ബൾക്കായിട്ട് മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് പറയുന്ന. എക്സാമ്പിൾ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഡെൻസിറ്റി എക്സെട്ര. The properties which depends on the bulk of the system are called macroscopic properties. ഉദാഹരണം ഞാൻ പറഞ്ഞല്ലേ, വെള്ളം നമ്മൾ ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂളിൻ്റെ ടെമ്പറേച്ചർ അല്ല വാട്ടർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് ആ ഒരു ടോട്ടൽ മോളിക്യൂൾസിൻ്റെ ഉണ്ടാവുന്ന ആകെ ടെമ്പറേച്ചറാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. ഇനി അതിന് രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ഭാഗം കൂടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പം അതിൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വോളിയം എടുക്കുകയാണ്. വോളിയം എടുക്കുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് വാട്ടർ എടുക്കുന്നു അതനുസരിച്ച് വോളിയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ എപ്പോഴും വോളിയം മാസും ഒക്കെ അതിലെടുത്തിരിക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനർജി ആവട്ടെ, എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെത്ര ഇപ്പോൾ ഒരു വെള്ളം എടുക്കുകയാണെങ്കിൽ എത്ര വാട്ടർ ഉണ്ട്, ആ വാട്ടർ അനുസരിച്ചുള്ള എനർജിയാണ് ആ ഒരു സിസ്റ്റത്തിലുണ്ടാവുക. അങ്ങനെ മാസ്, വോളിയം, എനർജി, കപ്പാസിറ്റി ഇതെല്ലാം എക്സ്റ്റെൻസീവാണ്, വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ആ പ്രോപ്പർട്ടിയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ദ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ present in it are called intensive properties. ഇത് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയെ അതിലുള്ള എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര എമൗണ്ട് ഓഫ് മാറ്റർ എടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ പോലെയുള്ള ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ മെഷർ ചെയ്യാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. നിങ്ങൾ ഒരു രണ്ട് കപ്പ് എടുത്തു. ഒരു കപ്പിൽ പകുതി വെള്ളവും ഒരു കപ്പിൽ ഫുൾ വെള്ളവും എടുത്തു. രണ്ടിലും ഓരോ തെർമോമീറ്റർ വെച്ചു.
തെർമോമീറ്റർ വെക്കുമ്പോൾ നമുക്കറിയാം രണ്ടിലും റൂം ടെമ്പറേച്ചർ റീഡ് ചെയ്യും. ഇപ്പോൾ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഹാഫ് കപ്പ് വെള്ളമാണെങ്കിലും ഫുൾ കപ്പ് വെള്ളമാണെങ്കിലും രണ്ടിൻ്റെയും ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എത്ര വാട്ട് നമ്മൾ എടുത്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എത്ര എനർജി കൊടുക്കുന്നുള്ളതിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എത്ര വെള്ളമാണ്, എത്ര ക്വാണ്ടിറ്റി എത്രയെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അതിന് ക്വാണ്ടിറ്റി എത്രയാണുള്ളത് നമ്മൾ നോക്കുന്നില്ല, അല്ലേ? രണ്ടിനും ഒരേ ടെമ്പറേച്ചറാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ദ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം which are independent of the amount of matter present in it are called intensive property. അതിന് എക്സാമ്പിളാണ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി. എന്തുകൊണ്ടാണ് ഇൻറ്റൻസീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുമ്പം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് വോളിയം ആയിട്ടാണ് എടുക്കുന്നത്. ആ ഒരു യൂണിറ്റ് വോളിയം എന്നുള്ള കോൺസെപ്റ്റ് എന്നാണ് ഡെൻസിറ്റിയെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻറ്റൻസീവായിട്ട് പറയുന്നത്. ഓക്കെ. പിന്നെ വിസ്കോസിറ്റി നമുക്കറിയാം അതൊരു ലിക്വിഡ് ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നൊരു ഫോഴ്സാണ്. അത് ഇപ്പോൾ നിങ്ങൾ ഒരു വെള്ളത്തിൻ്റെ എത്ര വെള്ളം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വിസ്കോസിറ്റിക്ക് ഒരു മാറ്റമൊന്നുമില്ല. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പാത്ത് ഡീവിയേഷനാണ്. അത് മീഡിയം മാറുന്നതിനനുസരിച്ച് ഡീവിയേറ്റ് ചെയ്യാന്നല്ലാതെ ഒരിക്കലും എത്ര വെള്ളം എടുത്തു കഴിഞ്ഞാലും ആ ഒരു പാത്തിൽ ഡിഫറൻസ് വരില്ല. വിസ്കോസിറ്റിയൊക്കെ അതുപോലെ തന്നെ. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡെൻസിറ്റി പോലെ തന്നെയാണ്. നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ഫോർ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. യൂണിറ്റ് മാസ് പറയുന്നത് കൊണ്ടാണ് അവിടെ അത് ഇൻറ്റൻസീവായിട്ട് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാനുണ്ട്, അവിടെ പറയാം. ഓക്കെ. പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതെല്ലാം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥ നമ്മൾ പറയില്ലേ. അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലൊരു വെള്ളം എടുത്തു. അപ്പോൾ ആ സിസ്റ്റത്തിന് അപ്പോഴുണ്ടാകുന്ന ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു വോളിയം ഉണ്ടായിരിക്കും. അതിൽ നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ അതിലുണ്ടായി, ഒരു കോമ്പോസിഷൻ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതിനൊക്കെ ഒരു പെർട്ടിക്കുലർ വാല്യൂസ് അതിനുണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ എ സെർട്ടൻ സ്റ്റേറ്റ് when the macroscopic properties such as pressure, temperature, volume, composition, etc. have definite values. Any state variable, the measurable properties which are required to determine the thermodynamic state of a system are called state variables. ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതതിൻ്റെ ഒരു സ്റ്റേറ്റിനെ, ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വെള്ളം എടുത്തു, അല്ലേ? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെള്ളം എടുത്തു, റൂം ടെമ്പറേച്ചറിൽ വെള്ളം എടുത്തു, കുറച്ച് ചൂടാക്കിയൊരു വെള്ളം എടുത്തു. അപ്പോൾ നമ്മൾ പറയും ഈ റൂം ടെമ്പറേച്ചറിലുള്ള ഈ ഒരു വെള്ളത്തിന് ഇത്ര ടെമ്പറേച്ചറാണ്, ഇത്ര വേപ്പർ പ്രഷറുണ്ട്, ഇല്ല ഇത്ര അതിൻ്റെ കോമ്പോസിഷൻ ഇത്രയാണ്. എന്നാൽ ഈ ഒരു ടെമ്പറേച്ചറിൽ സബ്സ്റ്റൻസിൻ്റെ ഇത്ര. അപ്പോൾ അവിടെ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് അതിൻ്റെ ഈ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ. The measurable properties which are required to determine the thermodynamic state of a system are called state variable. Pressure, volume, temperature, composition ഇതൊക്കെ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അടുത്താണ് സ്റ്റേറ്റ് ഫങ്ഷൻ. സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യുമ്പം ആ മെഷർ ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി അതിൻ്റെ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക.
ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ പാത്ത് ഓഫ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സ് എങ്ങനെ നടന്നു എന്നുള്ളതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ പറയും ഈ ആദ്യം ഇനീഷ്യലി റിയാക്റ്റൻറ്റിൻ്റെ ടെമ്പറേച്ചർ എത്ര, പ്രഷർ എത്ര, വോളിയം എത്ര അല്ലേ. ഇനി റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇത്ര ടെമ്പറേച്ചർ എത്ര വേരിയേഷൻ വന്നു, പ്രഷർ എത്ര വേരിയേഷൻ വന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് നോക്കുന്നുള്ളൂ, നമ്മൾ ആ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്ന അതിന് ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും മാത്രമേ നോക്കുന്നുള്ളൂ. ഇടയിൽ എങ്ങനെ അല്ലേ, അവിടെ ഇടയിലുണ്ടായ ചേഞ്ചസ് ഒന്നും പാത്തൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പറയുന്ന എല്ലാ എനർജി ചേഞ്ചസും എന്താണ്, സ്റ്റേറ്റ് ഫങ്ഷനാണ്. എ സ്റ്റേറ്റ് ഫങ്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം whose values depends only on the state of the system and independent of the path or manner by which the state is reached. അപ്പോൾ ആ സ്റ്റേറ്റിൽ എങ്ങനെ എത്തി എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ തുടക്കത്തിലുള്ള അവസ്ഥ ഇതായിരുന്നു അല്ലേ, നടന്നു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഇടയിലൊന്ന് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. എക്സാമ്പിളാണ് പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, ഇതെല്ലാം അതുപോലെ എൻട്രോപ്പി. അതൊക്കെ എന്താണെന്നുള്ളത് പിന്നീട് വരും കേട്ടോ. അതൊക്കെ സ്റ്റേറ്റ് ഫങ്ഷനാണ്. അടുത്താണ് പാത്ത് ഫങ്ഷൻ. പാത്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ വർക്ക്, നമ്മൾക്കറിയാം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു മേശ നിങ്ങൾ തള്ളുന്ന സമയത്ത് നമുക്കറിയാം നമ്മളൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ തള്ളുമ്പോൾ അവിടേക്കാണ് മേശ മൂവ് ചെയ്യും. അപ്പോൾ വർക്ക് എന്താണ്, ഒരു പാത്ത് ഫങ്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്റ്റൻസ് നമ്മളൊരു ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോൾ ഒരു പാത്ത് നമ്മൾ നോക്കും അല്ലേ, ഏതൊക്കെ വഴിയിലൂടെ പോയി എന്നുള്ളത് നോക്കും. അപ്പോൾ ഇതൊക്കെ പാത്ത് ഫങ്ഷനാണ്. എ പാത്ത് ഫങ്ഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ് ടു റീച്ച് ദ സിസ്റ്റം. ഓക്കെ. ഇനി പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ എനർജി ചേഞ്ചസിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു സിസ്റ്റം ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്ന അതിനെയാണ്, ആ ഒരു മെത്തേഡിനെയാണ് പ്രോസസ്സ് എന്ന് പറയുക. പ്രോസസ് ഈസ് മെത്തേഡ് ഓർ ഓപ്പറേഷൻ ബൈ വിച്ച് എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഇനി പ്രോസസ്സുകളെ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫിസിക്സിലാണ് ആവശ്യം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. ടൈപ്സ് ഓഫ് പ്രോസസ്സ് നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സാണുള്ളത്. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സ്, രണ്ടാമത്തത് ഐസോബാറിക് പ്രോസസ്സ്, മൂന്നാമത്തെ ഐസോകോറിക് പ്രോസസ്സ്, നാലാമത്തെ അഡിയബാറ്റിക് പ്രോസസ്സ്. ഏത് ഓർഡറിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും ഐസോതെർമൽ പ്രോസസ്സ് എന്നാണ് പറയുക. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സിനെ ഐസോബാറിക് പ്രോസസ്സും കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സിനെ ഐസോകോറിക് പ്രോസസ്സും പറയും. ഇനി അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് നൈദർ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് നോർ ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. അഡിയബാറ്റിക് പ്രോസസ്സ് ഒന്നുകൂടെ നോട്ട് ചെയ്യുക, ബാക്കിയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് നൈദർ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് നോർ ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. ഹീറ്റ് അബ്സോർബ് ചെയ്യാത്ത രണ്ടുമില്ല, ഹീറ്റ് അബ്സോർപ്ഷൻ വരുന്നില്ല, ഹീറ്റ് ലിബറേറ്റ് ചെയ്യാതെയും രണ്ടും ചെയ്യാതെ നടക്കുന്ന പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. ഐസോതെർമൽ പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ നടക്കുന്ന പ്രോസസ്സ്, ഐസോകോറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സ്, ഐസോബാറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും കൂടെ അതിൽ വായിച്ചു എന്നുള്ളൂ. എ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് is called isothermal process. A process in which no heat enters or leaves the system. അങ്ങനെ പറയണമെന്നൊന്നുമില്ല. എ പ്രോസസ് ഇൻ വിച്ച് നൈദർ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് നോർ ഹീറ്റ് ഈസ് ലിബറേറ്റഡ് എന്നും കൂടി പറയട്ടോ. അഡിയബാറ്റിക് പ്രോസസ്. അതുപോലെ എ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഐസോബാറിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് വോളിയം ഓഫ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഐസോകോറിക് പ്രോസസ്.
ഇനി നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ പ്രോസസ്സിനെ കുറിച്ചാണല്ലോ പറയുന്നത് അല്ലേ. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെ മാറുമ്പോൾ ഇതിങ്ങനെ വളരെ സ്ലോ ആയിട്ട് നടക്കുകയും അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയിട്ട് തിരിച്ചു നടക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കണമെങ്കിൽ അത് അതേപോലെ ആദ്യം നമ്മൾ ഇനീഷ്യലി എങ്ങനെ നടന്നു അതേ സ്റ്റെപ്പിൽ അത് തിരിച്ചു നടക്കുകയാണ്. അതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് പറയുന്നത്. എ പ്രോസസ് ഇൻ വിച്ച് the change is carried out so slowly that system and surroundings are always in equilibrium is called a reversible process. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പ്രോസസ്സ് ഒരു പെർട്ടിക്കുലർ നമ്മളൊരു സിസ്റ്റം ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറിയിട്ട് നേരെ തിരിച്ച് അതേ ഇനീഷ്യൽ അവസ്ഥയിലേക്ക് ആയിട്ട് മാറും. അത് വളരെ സ്ലോ ആയിട്ടൊരു പ്രോസസ്സായിരിക്കും എപ്പോഴും ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഡൻ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. അതൊരിക്കലും വൺ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രോസസ് ഒക്കർ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുക, തിരിച്ച് പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറുന്നൊരു സാഹചര്യമില്ല. അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നമുക്കറിയാം നമ്മൾ യൂണിവേഴ്സിലുള്ള ഓൾ നാച്ചുറൽ പ്രോസസ് ആർ ഇറിവേഴ്സിബിൾ എന്ന് പറയും. ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം നമ്മളുടെ ഗ്രോത്ത് ഇറിവേഴ്സിബിളാണ്. പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഇറിവേഴ്സിബിളാണ്. ഇപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിളാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ മുകളിൽ നിന്ന് എപ്പോഴും വെള്ളം താഴോട്ടേ വരും, താഴെ നിന്ന് വെള്ളം മുകളിലോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇറിവേഴ്സിബിളാണ്. നോർമലി നാച്ചുറൽ പ്രോസസ്സൊക്കെ ഇറിവേഴ്സിബിളാണ്. വർക്ക്, ഇനി നമ്മൾ ഇതിൽ പറയുന്നൊരു ടേമാണ് വർക്ക്. വർക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പോവാം. അപ്പോൾ ഒരു സിസ്റ്റം ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് എത്തുമ്പം ചിലപ്പോൾ നമുക്കവിടെ ഹീറ്റും വർക്കൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ പ്രഷർ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എന്താണ് ഇവിടെ അവർ മീൻ ചെയ്തെന്നുള്ള പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വർക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അവിടെ പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹീറ്റ് അല്ലേ, നിങ്ങൾ മുമ്പ് വളരെ വർക്കും ഹീറ്റൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം അല്ലേ. വർക്ക് രണ്ടും ഫോം ഓഫ് എനർജി തന്നെയാണ്. എന്നാൽ ഹീറ്റ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഉണ്ടാവുന്ന എപ്പോഴും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അതെപ്പോഴും ഒരു ഇറ്റ് പാസ് ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മളെപ്പോഴും ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് കോൾഡ് ബോഡിയിലോട്ടാണ് എപ്പോഴും പാസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ പറയുന്ന കുറച്ച് ടേമാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ വർക്കും ഹീറ്റൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം.